ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പോയി വരാം. ഇന്ന് ഇത് സംഭവിക്കും. മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിന് ഇന്ന് സമാപനം. മികച്ച മെഡൽ വേട്ടയുമായി സർവീസസ് കിരീടം ഉറപ്പിച്ചു. 68 സ്വർണവും 26 വെള്ളിയും 27 വെങ്കലവും ഉൾപ്പെടെ 121 മെഡലുകളുമായി സർവീസസ് തലപ്പത്താണ്. രണ്ടാമതുള്ള മഹാരാഷ്ട്രയ്ക്ക് 54 സ്വർണവും 71 വെള്ളിയും 72 വെങ്കലവും ഉൾപ്പെടെ ആകെ 197 മെഡലാണ്. വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിന്റെ 3ാം സീസൺ ഇന്നു മുതൽ. ഉദ്ഘാടന മത്സരം ബംഗളൂരുവും ഗുജറാത്തും തമ്മിലാണ്. മത്സരം ഇന്ന് രാത്രി 7:30. ലീഗിലാകെ 5 ടീമുകൾ അണിനിരക്കും. NCP അധ്യക്ഷനാകാൻ ലക്ഷ്യമിട്ട് തോമസ് കെ തോമസ് ദേശീയ നേതൃത്വത്തെ കാണും. മുംബൈയിലാണ് ദേശീയ നേതാക്കളുമായുള്ള തോമസ് കെ തോമസിന്റെ കൂടിക്കാഴ്ച. തോമസിനെ സംസ്ഥാന അധ്യക്ഷനാകണമെന്നാവശ്യപ്പെട്ട് AK ശശീന്ദ്രൻ ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചു. കോട്ടയം നഴ്സിംഗ് കോളേജിലെ ക്രൂര റാഗിംഗിൽ കോളേജിലും ഹോസ്റ്റലിലും ഇന്ന് വിശദമായ പരിശോധന നടത്തും. ഫോണിലെ കൂടുതൽ ദൃശ്യങ്ങൾ കണ്ടെത്താൻ സൈബർ സെല്ലിന്റെ സഹായം തേടും. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. വടകരയിൽ കാറിടിച്ച് 9 വയസ്സുകാരി അബോധാവസ്ഥയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത കേസിൽ ഇന്ന് കുറ്റപത്രം. അശ്രദ്ധ കാരണമുണ്ടായ മരണത്തിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും എടുത്ത കേസിലാണ് ഇന്ന് കുറ്റപത്രം. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുക. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ചികിത്സിക്കാൻ ഡോക്ടർ അരുൺ സഖറിയും സംഘവും ഇന്നെത്തും. ആനയെ ചികിത്സിക്കാനായി കോടനാട്ട് നിർമ്മിച്ച ആനക്കൊട്ടിൽ അനുയോജ്യമെങ്കിൽ ദൌത്യം ഉടൻ ആരംഭിക്കും. കുങ്കിയാനകളെയും ഇത്തവണ ദൌത്യത്തിന് ഉപയോഗിക്കും. ആന ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം ശക്തമാവുന്നു. സമരം ഇന്ന് 5ാം ദിവസത്തിലേക്ക് കടന്നു. വേതന കുടിശ്ശിക അനുവദിക്കുക, അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് സമരം. നാളെ ആശാ വർക്കർമാരുടെ കുടുംബാംഗങ്ങളും സമരത്തിന്റെ ഭാഗമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് തയ്യാറാക്കലിന്റെ പ്രാഥമിക നടപടികൾ ഇന്ന് തുടങ്ങും. റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിക്കും. പുതിയ മദ്യനയവും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. തിരുവനന്തപുരം മുട്ടട വയലിക്കര റോഡിൽ ഇന്ന് ഗതാഗതം തടസ്സപ്പെടും. ഗ്യാസ് പൈപ്പ് ജോലിയുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരണം. ഇന്ന് രാത്രി 10 മുതൽ പ്രവൃത്തി അവസാനിക്കും വരെ നിയന്ത്രണം തുടരും. കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഇന്ന് തുടങ്ങും. 2 ദിവസമായാണ് സമ്മേളനം. തിരുവനന്തപുരം ബിഷപ്പ് പെരേര ഹാളിലാണ് സമ്മേളനം. കോവളത്ത് ഭക്ഷ്യമേളയ്ക്ക് ഇന്ന് തുടക്കം. ഇന്നു മുതൽ 16 വരെയാണ് ഭക്ഷ്യമേള. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ടെക്നോളജിയുടെ നേതൃത്വത്തിലാണ് മേള. തിരുവനന്തപുരം വലിയ വേളി സെന്റ് തോമസ് ദേവാലയ തിരുനാളിന് ഇന്ന് കൊടിയേറ്റം. വൈകിട്ട് 6-ന് ഡോക്ടർ ഗ്ലാഡിൻ അലക്സ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 23-നാണ് തിരുനാൾ.